ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. എജുപോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അർക്കൽ. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ എക്സാമൊക്കെ മൂഞ്ചി കുത്തിറക്കായിരിക്കും, ചില ആളുകൾ നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പഠിപ്പിച്ച ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വലിയ ടഫൊന്നുമില്ല, ഒരു ആവറേജ് ടഫേ ഉള്ളൂ. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് മാത്രം കൺഫ്യൂസിംഗ് ആണ്. ബാക്കിയൊക്കെ സംഭവം സിമ്പിൾ സാധാ നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വലിയ വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കുറഞ്ഞാലും വിഷയമൊന്നുമില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പരീക്ഷയ്ക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾക്കൊന്നും അറിയണമെന്നുണ്ടാവില്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ ചില ആളുകൾക്ക് 40 കിട്ടിയിട്ടുണ്ടാവും, ചില ആളുകൾ ചിലപ്പോൾ ജസ്റ്റ് പാസ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ ഒരു ജിജ്ഞാസ, ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റി തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ ഡിസൈറബിൾ റേറ്റ് ഓഫ് ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഓക്കെ, അതായത് ഇതിൽ എന്താണ് ഹ്യൂമന്റെ ബ്ലഡ് പ്രഷർ ആണ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇതിൽ ഹ്യൂമന്റെ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 120/80 mmHg. അതാട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, നല്ല ജലദോഷം ഉണ്ട്. ഓക്കെ, ആരും പേടിക്കണ്ട. ഇനി ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. അതായത് താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റുണ്ടോ നമുക്ക് നോക്കാം. എംഫിസിമ ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ലങ്സ് കോസ്ഡ് ബൈ ദ അക്യുമുലേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ടാർ പ്രസന്റ് ഇൻ ടൊബാക്കോ. അതായത് ടൊബാക്കോയിലുള്ള ടാറും കാർബൺ മോണോക്സൈഡും കാരണം എന്താണ് നമ്മളെ ലങ്സിൽ എന്തോ ഒരുപാട് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിക്കും. അത് എന്ത് രോഗമാണ്? അത് എംഫിസിമയാണോ അതോ ബ്രോങ്കൈറ്റിസ് ആണോ? ബ്രോങ്കൈറ്റിസ് അല്ലടാ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? എംഫിസിമ അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ആൻസർ എന്താണ്? തെറ്റാണ്. പകരം ഇവിടെ എന്ത് ചെയ്യണം? ബ്രോങ്കൈറ്റിസ് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ഇനി അടുത്തത്. ചൂസ് ദ കറക്റ്റ് പെയേഴ്സ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പെയേഴ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോറി, നമ്മുടെ ബ്രോങ്കൈറ്റിസ് ഇവിടെ നിന്ന് മാഞ്ഞു പോയോ? ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ഇവിടെ പെയേഴ്സ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടാളുകൾ പെയേഴ്സ് എസ് അല്ലേ, എസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാളെങ്കിലും എന്തുണ്ടാവും? കറക്റ്റ് പെയറുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ആൽബുമിൻ റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു. ശരിയാണോ? അത് ശരിയാണോ? ആൽബുമിൻ ആണോ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത്? ശരിയാണ്. എന്താ സംശയം? ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഗ്ലോബുലിൻ ഡിസ്ട്രക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. ഗ്ലോബുലിൻ എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെല്ലിന് സഹായിക്കുന്നു. അതെന്താണ്? തെറ്റാണ്. അപ്പൊ അത് തെറ്റാണ്. ഇനി ഫൈബ്രിനോജൻ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനെ കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ശരിയാടാ, അതിൽ വലിയ വിഷയമൊന്നുമില്ല. ഹീമോഗ്ലോബിൻ ഹെൽപ്സ് ഇൻ ഡിഫൻസ്. തെറ്റാണ്. ഓക്കെ, അപ്പൊ 1, 3 മാത്രമാണെന്ത് ശരി. അപ്പൊ അത് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഇനി അടുത്തത് ഓഡ് 1 മെൻഷൻ ചെയ്യാനാണ്. സ്നേക്ക്, എർത്ത് വേം, ഫിഷ്, ഫ്രോഗ്. ഇതിൽ ഓഡ് 1 ആയിട്ട് വരുന്നത് എർത്ത് വേം ആണ്. എന്താ കാരണം എന്നറിയോ? മറ്റുള്ളവയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കിഡ്നിയാണ്. കിഡ്നിയാണ്. മറ്റുള്ളവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നിയാണ്. പക്ഷേ എർത്ത് വേമിന്റെ കിഡ്നി അല്ല. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ചോദ്യമാണ്. എല്ലാവരും ഒരു പക്ഷേ ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഫിഷിൻ്റെത് കിഡ്നിയാണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഫ്രോഗിൻ്റെതും കിഡ്നിയാണ് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്നേക്ക് എന്ന് പറഞ്ഞാണ്ട് എടുത്ത് പറയണില്ല. പക്ഷെ റെപ്റ്റൈൽസ് എന്ന് പറയുന്നുണ്ട്. ഇഴജന്തുക്കൾ എന്താണ്? കിഡ്നിയാണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ആ ഇഴജന്തുവിന് ഒരു എക്സാമ്പിൾ ആണ് ആര്? സ്നേക്ക്, മുതല, അരണ പോലത്തെ ആളുകളൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ലോജിക്കലി ചിന്തിക്കണം. ഇനി അടുത്തത് അനലൈസ് ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ അക്കോർഡിംഗ്ലി. അതായത് വേർഡ് പെയർ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ്, അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് എന്തായിരിക്കും? ആൽക്കഹോൾ. എന്താണ്? ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ രീതിയിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് നെയിം ദ പോർസ് പ്രസന്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഗ്രാസ് ലീവ്സ് ടു എലിമിനേറ്റ് എക്സസ് വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാസിന്റെ ടിപ്പിലുള്ള പോർസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈഡാത്തോഡ്സ്. എന്താണ്? ഹൈഡാത്തോഡ്സ്. ഓക്കെ, ഹൈഡാത്തോഡ്സ്. ഇനി അടുത്തത് ഡ്രിങ്കിങ് എ ലോട്ട് ഓഫ് വാട്ടർ ആൻഡ് യൂറിനേറ്റിംഗ് ടൈംലി ഹെൽപ്സ് ടു അവോയ്ഡ് യൂറിനറി ഇൻഫെക്ഷൻസ്. അതായത് എന്താണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് നന്നായിട്ട് മൂത്രമൊഴിക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. അപ്പൊ എസ് എന്ന് കൊടുക്കാം. ഓക്കെ, യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് മൂത്രമൊഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരുപാട് ഡിസീസസിന് കാരണമാകുന്ന ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യും? വാഷ് ഔട്ട് ചെയ്ത് പോകും. പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യപ്പെടും. അതാണ് അതിന്റെ ആൻസർ കേട്ടോ മക്കളെ. ഓക്കെ, അത് ആ രീതിയിൽ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് അനേറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ മസിൽസ് അണ്ടർ സെർട്ടൈൻ സർക്കംസ്റ്റാൻസസ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അനേറോബിക് റെസ്പിറേഷൻ നടക്കാനുള്ള കാരണം, ഗീവ് റീസൺ ഫോർ ദിസ്. ഇതിന്റെ കാരണം എന്താ? നമ്മൾ സ്ട്രീനസ് എക്സസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രൊജക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ കൈ നീട്ടി വെക്കൂല, അത്തരത്തിൽ സ്ട്രീനസ് എക്സസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് എനർജി ആവശ്യം ഉണ്ടാവും. അപ്പം
മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജൻ സപ്ലൈ അങ്ങോട്ട് ആവശ്യം ഉണ്ടാവും. അപ്പൊ അത്രത്തോളം ഓക്സിജൻ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓക്സിജന്റെ അവൈലബിലിറ്റി അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, കുറയും. ആ സാഹചര്യത്തിൽ ഓക്സിജൻ ഇല്ലാതെ അവിടെ എന്ത് നടക്കും, റെസ്പിറേഷൻ നടക്കും. അതാണ് എന്ത് അനേറോബിക് റെസ്പിറേഷന് കാരണമായിട്ടുള്ള സാഹചര്യം. ഓക്കെ. ഈ രണ്ടാമത് നെയിം ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിന്റെ പ്രൊഡക്റ്റ് എന്ത്, എവിടെ അനേറോബിക് റെസ്പിറേഷൻ നടന്നോ അവിടെ ആരുണ്ടാവും മക്കളെ, ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രോസസ് ഓഫ് പ്രൊഡക്റ്റ് എന്താണ്, ലാക്റ്റിക് ആസിഡ് ആണ്. കിട്ടി. ഇനി അടുത്ത ചോദ്യം അനലൈസ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഗ്രീൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സേവിങ് ദ എർത്ത് ഓഫ് ഫ്രം ഗ്ലോബൽ വാർമിംഗ്. അതായത് എന്താണ് നമ്മളെ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനത്തിൽ നിന്നും രക്ഷ നേടിത്തരാൻ നമ്മൾക്ക് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒരു ടീമാണ് ആര്, ഗ്രീൻ പ്ലാന്റ്സ്, അതായത് സസ്യങ്ങൾ. ഓക്കെ. ആഗോളതാപനത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ആരാണ്, സസ്യങ്ങളാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ. വിച്ച് പ്രോസസ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് എങ്ങനെയാണ്, ഏത് പ്രോസസ്സ് വഴിയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് പ്രോസസ്സ് വഴിയാടാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രോസസ്സിന്റെ പേര് എന്താണ്, ഫോട്ടോസിന്തസിസ്. എന്താണ് ആ പ്രോസസ്സിന്റെ പേര്, ഫോട്ടോസിന്തസിസ്. ഓക്കെ. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് ഇൻ റെഗുലേറ്റിംഗ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതിൽ പ്ലാന്റ്സിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. സിമ്പിൾ ആണ്. ഈ ഫോട്ടോസിന്തസിസ് മുഖേന അവര് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പകരം നമ്മൾക്ക് എന്ത് തരും, ഓക്സിജൻ തരും. ഓക്കെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരു വലിച്ചെടുക്കുന്നു, പകരം ഓക്സിജൻ തരുന്നു. അതിലെന്തിവിടെ ആ ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു മെയിൻ്റനൻസ്, അതായത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻ്റനൻസ് എന്ത് ചെയ്യുന്നു, അവർ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം 10th question. Toxic substance produced and reached inside the human body are changed into harmless substance. അതായത് നമ്മളെ ബോഡിയിലുള്ള ഒരു ടോക്സിക് സബ്സ്റ്റൻസ്, ആ ടോക്സിക് സബ്സ്റ്റൻസ് കുറച്ചു നേരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹാംലെസ് സബ്സ്റ്റൻസ് ആവും. അതായത് ടോക്സിക് ഒന്നും ഒരു പ്രശ്നമില്ലാത്തൊരു സബ്സ്റ്റൻസ് ആവും. പ്രശ്നക്കാരനായിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ പ്രശ്നക്കാരനല്ലാത്തൊരു സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്ന ഒരാളുണ്ട്. അതാരാ, ലിവർ. അതാണ് ഫസ്റ്റ് ചോദ്യം. നെയിം ദ ഓർഗൻ റെസ്പോൺസിബിൾ ഫോർ ദിസ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിക്ക് കാരണക്കാരനായിട്ടുള്ള ഓർഗൻ ലിവർ. ഈ ലിവർ എങ്ങനെ സഹായിക്കുന്നത്, നിങ്ങൾക്കറിയാം. അമോണിയനെ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് യൂറിയ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് അമോണിയ എന്താണ്, ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. പക്ഷെ യൂറിയ എന്താണ്, ഒരു ഹാംലെസ് സബ്സ്റ്റൻസ്. അപ്പൊ ടോക്സിക് ആയിട്ടുള്ള പ്രശ്നക്കാരനായിട്ടുള്ള അമോണിയയെ ലിവർ എന്ത് ചെയ്യുന്ന അറിയോ, ലിവറിൽ വെച്ചിട്ട് പ്രശ്നക്കാരനല്ലാത്ത എന്താക്കി മാറ്റും, യൂറിയ ആക്കി മാറ്റും. എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും, ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ട് അവരൊരു കളി കളിച്ചിട്ട് അവസാനം ഈ NH3 എന്താക്കി മാറ്റും, യൂറിയ ആക്കി മാറ്റും. ആ പ്രോസസ്സാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം സിമ്പിൾ ചോദ്യമാണ്, ഇത്രയേ ഉള്ളൂ. ഇത് ഇന്റർസെല്ലുലാർ സ്പേസും അതേപോലെ ബ്ലഡ് കാപ്പിലറിയും ലിംഫ് കാപ്പിലറിയും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ ഹൗ ദ എമൗണ്ട് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് പ്രിസൈസ്ലി മെയിൻറ്റെയിൻ ദ ഇന്റർസെല്ലുലാർ സ്പേസ്. ഈ ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള ഈ ഒരു എന്താണ് ടിഷ്യൂ ഫ്ലൂയിഡിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ ടിഷ്യൂ ഫ്ലൂയിഡിലുള്ള സംഭവങ്ങളൊക്കെ ആര് അബ്സോർബ് ചെയ്തെടുക്കും, ബ്ലഡ് കാപ്പിലറീസും ലിംഫ് കാപ്പിലറീസും അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ അവിടുത്തെ ആ ഒരു ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അവർ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കുറച്ച് കുറയല്ലോ. അങ്ങനെ അതെന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. കാരണം അവിടുത്തെ ബ്ലഡ് കാപ്പിലറീസും ലിംഫ് കാപ്പിലറീസും ഒക്കെ അതിനെ അബ്സോർബ് ചെയ്തെടുക്കും. ആ ഒരു പോയിന്റ് ആണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ ഗിവൺ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ഹോമിയോസ്റ്റാസിസ് സ്യൂട്ടബിളി. ഓക്കെ. ഇവിടെ ഹോമിയോസ്റ്റാസിസ് നമ്മുടെ ബോഡിയിൽ സ്യൂട്ടബിൾ ആയിട്ട് നിലനിർത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. നമ്മുടെ ബോഡിയിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് നഷ്ടപ്പെടും, ഹോമിയോസ്റ്റാസിസ് നഷ്ടപ്പെടും. അപ്പൊ എന്താണ്, ഹോമിയോസ്റ്റാസിസ് ഡിസ്ട്രാക്ട്സ്. അപ്പൊ അതെന്ത് ചെയ്യണം, റെഡിയാക്കണം. അത് റെഡിയാക്കണമെങ്കിൽ അവിടുത്തെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കണം. പിന്നെ അവിടുത്തെ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം, അവിടുത്തെ pH മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം, അവിടുത്തെ സാൾട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. അപ്പൊ അതൊക്കെയാണ് എന്ത്, ഈ ബിയും സിയും ഡിയും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, അവിടുത്തെ ആ ഒരു ആന്തര സംസ്ഥിതി പാലം എന്ത് ചെയ്യും, വീണ്ടും തിരിച്ചു കിട്ടും. വീണ്ടും എന്ത് ചെയ്യും, എല്ലാ ലൈഫ് പ്രോസസ്സും ഉഷാറായിട്ട് നടക്കും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്താൽ പിന്നെയും എന്ത് ചെയ്യും, ഹോമിയോസ്റ്റാസിസ് ഡിസ്ട്രാക്ട് ചെയ്യും. പിന്നെയും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, എന്താണ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് എക്സ്പൾഷൻ ഓഫ് വേസ്റ്റിനെ എക്സ്പൾഷൻ ചെയ്യും. പിന്നെ pH മെയിൻറ്റെയിൻ ചെയ്യും, സാൾട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഹോമിയോസ്റ്റാസിസ് വീണ്ടും തിരിച്ചെടുക്കും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കും. അപ്പോൾ ഇവിടെ ഹോമിയോസ്റ്റാസിസ് ഡിസ്ട്രാക്ട്സ്, അതാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ബിയും സിയും ഡിയും എന്താണ്, pH മെയിൻ്റെനൻസ് അതേപോലെ തന്നെ സാൾട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെയാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം. ഓക്കെ. 13ാമത്തെ ചോദ്യം എന്താണ്
എന്താണ് സിമ്പിളാടാ. 13ാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മൾ ഒരുപാട് തവണ മെൻഷൻ ചെയ്തിട്ടാണ് ഓക്സിജനും ഹീമോഗ്ലോബിനും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു സാധനമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതന്നെ അനലൈസ് ദ ഗിവൺ പിക്ചർ കെയർഫുള്ളി ആൻഡ് സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. അതായത് ഓക്സിജൻ ട്രാൻസ്പോർട്ടിൽ ഹീമോഗ്ലോബിന്റെ റോൾ എന്താണെന്നുള്ളതാണ് മെൻഷൻ ചെയ്യേണ്ടത്. സിമ്പിളാണ്, ഒന്നുമില്ല. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? ഓക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെടുന്നത്. എന്നിട്ട് ഈ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് എന്ത് ചെയ്യുക? സെല്ലിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ അടുത്തേക്കോ എന്ത് ചെയ്യുക? ഇവർ യാത്ര പോവുക. എന്നിട്ട് ആ സെല്ലിന്റെയോ ടിഷ്യൂസിന്റെയോ അടുത്ത് എത്തുമ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിനിൽ നിന്ന് ഓക്സിജൻ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നേരെ ആ ടിഷ്യൂസിന്റെ സെൽസിന്റെ ഉള്ളിലോട്ട് കയറും. ബാക്കി അവിടെ ആരുണ്ടാവും? ഹീമോഗ്ലോബിൻ ഫ്രീ ആവും. എന്നിട്ട് വീണ്ടും ഈ ഹീമോഗ്ലോബിൻ വന്നിട്ട് അടുത്ത ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് അടുത്ത ഓക്സി ഹീമോഗ്ലോബിനായിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും. അപ്പോൾ അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആൻസർ. അത് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ആൻസർ എനി 5 ഫ്രം ക്വസ്റ്റ്യൻസ് 14 to 20. അതായത് ഒന്നുമില്ല, 14 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു 5 ആൻസർ ചെയ്യാം. നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ഈ ചിത്രം ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. സിമ്പിൾ ആണ്. ഈ ചിത്രത്തിൽ എക്സ് എന്താടാ? ആൽവിയോളസ്. ഓക്കെ, ആൽവിയോളസ്. ഓക്കെ, വായു അറ. പിന്നെ ഈ ചിത്രത്തിലെ വൈ ആരാന്ന് ചോദിച്ചാൽ കാപ്പിലറീസിന്റെ ബ്ലഡ് കാപ്പിലറീസിന്റെ ഭിത്തിയാണ്. ഓക്കെ, വാൾ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആണ്. വാൾ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികയുടെ ഭിത്തി. ഓക്കെ, ഇനി ഐഡന്റിഫൈ ദ പെക്യുലാരിറ്റീസ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ സ്യൂട്ടബിൾ ഫോർ പെർഫോമിംഗ് ഇറ്റ്സ് ഫംഗ്ഷൻസ് എഫക്റ്റീവ്ലി. ഇതിന്റെ സ്ട്രക്ചർ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഇതിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ഇവരുടെ ഈ വായുവറിന്റെ ഉള്ളിലുള്ള ഓക്സിജനും അതേപോലെ ബ്ലഡ് കാപ്പിലറീസിന്റെ ഉള്ളിലുള്ള ബ്ലഡും തമ്മിൽ ആകെ എത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉള്ളൂ? 2 ലെയർ ഓഫ് സെൽസിന്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എന്താണ്? ഡിസ്റ്റൻസ് കുറവാണ്. മിനിമൈസ് ദ ഡിസ്റ്റൻസ് കുറക്കാം. ഏത് പ്രോസസ്സിന് അപ്പോൾ ഈസി ആവും? ഡിഫ്യൂഷൻ പ്രോസസ്സിന് ഈസി ആവും. കാരണം 2 ലെയർ ഓഫ് സെൽസ് മാത്രം എന്ത് കടന്നാൽ മതി? ഡിഫ്യൂഷൻ കടന്നാൽ മതി. ഓക്സിജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് ഉള്ളിലേക്കും വരണമെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കണം. ഈ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ലെയർ ഓഫ് സെൽസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ പ്രോസസ് ആ ലെയർ ഓഫ് സെൽസിനൊക്കെ എന്ത് ചെയ്യണം? എന്താണ്? ക്രോസ് ചെയ്ത് കടന്നു വരണം. ഇതിപ്പോൾ ഇവിടെ ആകെ എത്ര ലെയർ ഓഫ് സെൽസേ ഉള്ളൂ? 2 ലെയർ ഓഫ് സെൽസേ ഉള്ളൂ. എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫ്യൂഷൻ പ്രോസസ് എന്ത് ചെയ്യും? ഭയങ്കര സ്മൂത്ത് ആവും. ആ ഒരു സംഭവങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊരു ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുത്താൽ മതി. 2 മാർക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് ഭയങ്കര സുഖം. ഈ പെട്ടിയിൽ നിന്ന് കറക്റ്റ് പോയിന്റുകൾ എന്ത് ചെയ്യുക? കറക്റ്റ് മാച്ച് ആയിട്ടുള്ള പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. സിമ്പിളാണ്. ഒന്നാമത്തേത് മ്യൂക്കസ് എന്താണ്? ഫുഡ് എന്ത് ചെയ്യും? സ്ലൈമി ആക്കും. ഓക്കെ, ഇനി രണ്ടാമത്തത് സലൈവറി അമൈലേസ്. ഞാൻ അമൈലേസ് എന്ന് എഴുതുന്നുണ്ട്. സലൈവറി അമൈലേസ് എവിടെ കേട്ടാലും സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. പിന്നെ അടുത്തതാണ് ലൈസോസൈം. ഓക്കെ, ലൈസോസൈം എന്ന് പറയുമ്പോൾ എന്താണ്? ലൈസോസൈമിന്റെ ആക്ഷൻ എന്താണ്? ഡിസ്ട്രോയ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇൻ ദ കേസ് ഓഫ് കിഡ്നി ഫെയിലിയർ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ബൈ പാസിംഗ് ത്രൂ ആർട്ടിഫിഷ്യൽ കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാൾക്ക് ബ്ലഡ് എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ കിഡ്നിയിലൂടെ എന്ത് ചെയ്യും? ആ ബ്ലഡിനെ പാസ് ചെയ്യും. ആ ഒരു പരിപാടിക്ക് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? അറിയാം, ഹീമോഡയാലിസിസ്. എന്താ പേര്? ഹീമോഡയാലിസിസ്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഡയാലിസിസ് എന്നെങ്കിലും എഴുതി വെക്കുക. ഹീമോഡയാലിസിസ്. ഓക്കെ, നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അവൻക്ക് പേരെന്താന്ന് ചോദിച്ചാൽ ഹെപ്പാരിൻ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കെമിക്കൽ സബ്സ്റ്റൻസ്. ആ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ്. എന്തിനാണ് ആ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ആ ഹെപ്പാരിൻ യൂസ് ചെയ്യുന്നത്? പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിങ് തടയാനല്ലേ? അപ്പോൾ അതും ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ദ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഓഫ് ലങ്സിന്റെ ഡബിൾ ലെയർഡ് മെംബ്രെയിനിന്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ് ചോദ്യം. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരെന്താ? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ അല്ലെങ്കിൽ ഡബിൾ ലെയർഡ് ആ ഒരു ആവരണം, ആ ഒരു എന്താണ്? ഡബിൾ ലെയർഡ് മെംബ്രെയിനെ വിളിക്കുന്ന പേര് പ്ലൂറയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര് പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താ പേര്? പ്ലൂറൽ ഫ്ലൂയിഡ്. ഇനി എന്താ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കുറക്കുക എന്നുള്ളതാണ്. എന്താ ഫംഗ്ഷൻ? ഫ്രിക്ഷൻ കുറക്കുക. ഓക്കെ, ഫ്രിക്ഷൻ കുറക്കുക.
ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽ സീൻ ഇൻ ബിറ്റ്വീൻ ദ റിബ്സ്? റിബ്സിന്റെ ഇടയിലുള്ള ഇന്റർകോസ്റ്റൽ മസിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്താ ഇമ്പോർട്ടൻസ്? നമ്മളെ തൊറാക്സിക് ക്യാവിറ്റി ഇല്ലേ, ആ തൊറാക്സിക് ക്യാവിറ്റി വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കും. വോളിയം ഇൻക്രീസ് ചെയ്യാനും സാധിക്കും, ഡിക്രീസ് ചെയ്യാനും സാധിക്കും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അയ്യവാ, ഇതാരടാ? ബൊമാൻസ് ക്യാപ്സ്യൂൾ. എല്ലാവർക്കും അറിയാലോ ഇത് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണ്. എന്നാൽ ചോദ്യം അതല്ല. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ പൊസിഷൻ, കിഡ്നിയിൽ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ പൊസിഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. എവിടെയാണ് കിഡ്നിയിൽ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ പൊസിഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെഫ്രോണിന്റെ ഒരറ്റത്താണ് കാണപ്പെടുക. അപ്പൊ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്, നെഫ്രോണിന്റെ ഒരറ്റത്ത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നെയിം ദ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി വിച്ച് എൻറ്റേഴ്സ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു റീനൽ ആർട്ടറി ഉണ്ട്. അതേതാ? ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ അങ്ങട്ട്, അതിന്റെ ഉള്ളിലേക്ക് അങ്ങട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ബ്ലഡ് വെസൽ ഉണ്ട്, ഒരു റീനൽ ആർട്ടറി ഉണ്ട്. അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ മക്കളെ കേട്ടോളി, അതിന്റെ പേരാണ് അഫറന്റ് വെസൽ. എന്താ പേര്? അഫറന്റ് വെസൽ. എന്നാൽ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു ചങ്ങായി ഉണ്ട്, അവന്റെ പേരെന്താണ്? ഇഫറന്റ് വെസൽ. ഇനി ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് അഫറന്റ് വെസൽ കയറിയതിന് ശേഷം പിന്നെ അവിടെ എന്ത് ചെയ്യും? അതിങ്ങനെ ചുറ്റി ഇതാ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇവിടെ ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഫോം ചെയ്യും. ആ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസിന്റെ നെയിമാണ് അടുത്ത ചോദ്യം. എന്താ നെയിം? ഗ്ലോമറുലസ്. എന്താ പേര്? ഗ്ലോമറുലസ്. അപ്പൊ ഇതാണ് സീന്റെ ആൻസർ കേട്ടോ, ഗ്ലോമറുലസ്. 19th question. Cellular respiration is the process of releasing energy from glucose inside the cells. സെല്ലിൽ നിന്ന് ഗ്ലൂക്കോസിൽ നിന്ന് എനർജിയെ റിലീസ് ചെയ്യുന്ന പരിപാടിയാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ 2 stages ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലുലാർ റെസ്പിറേഷന്റെ 2 സ്റ്റേജ് ഏതൊക്കെ? നമുക്കറിയാലോടാ, ഏതാണ്? ഒന്ന് ഗ്ലൈക്കോളിസിസും ഒന്ന് ക്രബ് സൈക്കിളും. ഇനി രണ്ടാമത്തെ ചോദ്യം. നെയിം ദ സെൽ ഓർഗൻ ഇൻ വിച്ച് സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്. സെക്കൻഡ് ഫേസ് സെല്ലുലാർ റെസ്പിറേഷന്റെ സെക്കൻഡ് ഫേസ് ഏതാണ്? ക്രബ്സ് പരിവൃത്തി. ഈ ക്രബ്സ് പരിവൃത്തി അല്ലെങ്കിൽ ക്രബ് സൈക്കിൾ നടക്കുന്ന സ്ഥലം നെയിം ദ സെൽ ഓർഗനൽ. അത് നടക്കുന്ന സെൽ ഓർഗനൽ മെൻഷൻ ചെയ്യാനാണ്. അതേതാണ്? ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ എൻ പ്രൊഡക്റ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ? ഒരു സെല്ലുലാർ റെസ്പിറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എൻ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാന്നുള്ളതാണ്. സിമ്പിൾ ആടാ. ആദ്യം ഗ്ലൂക്കോസിനെ പൈറോവിക് ആസിഡ് ആക്കി മാറ്റും ഫസ്റ്റ് സ്റ്റെപ്പിൽ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതേ പൈറോവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റും. പിന്നെ നമ്മൾക്ക് എന്തും കൂടിയും കിട്ടും? ഒരു 30 ATP എനർജിയും കൂടിയും കിട്ടും. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ 2 ATPയും അവസാനത്തെ സ്റ്റെപ്പിൽ 28 ATP, ടോട്ടൽ 30 ATP. അപ്പൊ ഇതാണ് നമുക്ക് അവസാനം ഈ ഒരു പരിപാടി കഴിഞ്ഞ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് 13 ATP. ഓക്കെ, ഇനി ഇവിടെ 2 ചെടികൾ തന്നിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ചെടിയിൽ എന്തുണ്ട്? ആ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേലും പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നാമത്തെ കവറിൽ എന്തുണ്ട്? നമുക്ക് കുറച്ച് വെള്ളത്തുള്ളികൾ കിട്ടി. അതിന് കാരണം എന്താ അറിയോ? ഒന്നാമത്തെ ചെടിയിൽ എന്തുണ്ട്? ഇല ഉണ്ട്. രണ്ടാമത്തെ ചെടിയിൽ ഇല ഇല്ല. അത് നമ്മൾ കോമൺലി എഴുതി വെക്കും, പക്ഷെ നമ്മൾ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. റൈറ്റ് ദ പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ദ അപ്പിയറൻസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദ പ്ലാസ്റ്റിക് കവർ ഓഫ് പിക്ചർ എ. അതായത് ഒന്നാമത്തെ പിക്ചർ എ അല്ലേ, ഈ പിക്ചർ എയിൽ വെള്ളം വരാൻ കാരണക്കാരനായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. എലന്റെ അടുത്ത് നിന്നാണ് വെള്ളം വന്നത്, അത് ഓക്കെ. പക്ഷെ ആ പ്രോസസ്സിന്റെ പേരാണ് പറയേണ്ടത്. ആ പ്രോസസ്സിന്റെ പേരെന്താണ്? എന്താ പേര്? ട്രാൻസ്പിരേഷൻ അല്ലെങ്കിൽ സസ്യസേചനം. ട്രാൻസ്പിരേഷൻ. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫിനോമിനൻ ദാറ്റ് ഹെൽപ്പ് വാട്ടർ ടു റീച്ച് ദ ലീവ്സ് ആൻഡ് അതർ പാർട്സ് ഈസിലി? അതായത് ഒന്നുമില്ല, നമ്മളെ ഇലകളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് എവിടുന്ന? റൂട്ടിൽ നിന്നല്ലേ. റൂട്ട് എന്ത് ചെയ്യും? ജലം വലിച്ചെടുക്കും. എന്നിട്ട് ആ ജലം എന്നിങ്ങനെ കയറി ഇലന്റെ മുകളിലല്ലേ ഇല ഉണ്ടാവുക, അവിടേക്ക് എത്തിക്കണം. അവിടേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആരൊക്കെ സഹായിക്കും? 4 പ്രോസസ്സ് ആയിരിക്കും. അതിൽ ഒന്നാമത്തെ പ്രോസസ്സാണ് ട്രാൻസ്പിരേഷൻ. വേറെ 3 പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സ് ഏതാണെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഏതൊക്കെ പ്രോസസ്സാണ്? 1 റൂട്ട് പ്രഷർ, 2 അഡിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അഡിഷൻ, 3 കൊഹീസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹിഷൻ. റൂട്ട് പ്രഷറിന്റെ മലയാളം മൂലമർദ്ദം, അഡിഷന്റെയും കൊഹിഷന്റെയും മലയാളം അതന്നെ. ഓക്കെ, ഈ ലാസ്റ്റ് സ്റ്റേറ്റ് ഹൗ ഫാർ ദ സ്ട്രക്ചർ ഓഫ് സൈലം ഈസ് സ്യൂട്ടബിളി ഫോർ പെർഫോമിംഗ് ദിസ് പ്രോസസ് എഫക്റ്റീവ്ലി. സൈലം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നമുക്കറിയാം. എന്താണ്? ജലം അടിയിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്ന ആളാണ് സൈലം. അതെങ്ങനെയാ? സൈലത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ അതിന് കറക്റ്റ് ആപ്റ്റ് ആണ്. അതൊന്ന് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ്. സൈലത്തിന്റെ എന്താണ് സ്ട്രക്ചർ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് വെസൽസ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? അട്ടി ആയിട്ട് വൺ അബവ് ആൻഡ് അനദർ, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ രസം എന്താന്ന് ചോദിച്ചാൽ ഈ ഓരോ അറേഞ്ച്മെന്റിന്റെ അടിയിലും എന്തില്ല? സെൽവാൾ ഇല്ല. സെൽവാൾ ഡിസിൻറ്റഗ്രേറ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് വെള്ളം കയറുമ്പോൾ എന്ത് ചെയ്യാ? സുഖമായിട്ട് വെള്ളം മുകളിലേക്ക് പോവാം. കാരണം എന്താ? ഇടയിൽ എന്തില്ല? സെൽവാൾ ഇല്ല. ഓക്കെ, അതാണ് സംഭവം. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി അടുത്ത ചോദ്യം. ഇവിടെ അനലൈസ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്, ഗീവ് റീസൺസ് ഫോർ ഈച്ച്. അതായത് ഓരോന്നിനും പക്ക റീസൺസ് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം, സ്റ്റേറ്റ്മെന്റ് നോക്കാം. ട്രക്കിയ ഈസ് ആൾവേസ് കെപ്റ്റ് ഓപ്പൺ. ട്രക്കിയ എപ്പോഴും ഓപ്പൺ ആണ്. അതിന് കാരണം എന്താ കാരണം എന്ന് ചോദിച്ചാൽ ട്രക്കിയ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അറിയോ?
എന്തുകൊണ്ടാണ്? കാർട്ടിലേജിനസ് റിംഗ് കൊണ്ടാണ്. ട്രക്കിയ ഈസ് മേഡ് അപ്പ് ഓഫ് കാർട്ടിലേജിനസ് റിംഗ്. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഈ രണ്ടാമത് വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജി പ്രൊഡക്ഷൻ ഓഫ് ദ ബോഡി ആൾസോ ഇൻക്രീസസ്. വൈറ്റൽ കപ്പാസിറ്റി ഒരാൾക്ക് കൂടിക്കഴിഞ്ഞാൽ അയാളുടെ എനർജി കൂടും. കാരണം എന്താ? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം എമൗണ്ട് ഓഫ് എയർ ഉള്ളിലേക്ക് എടുത്തിട്ട് മാക്സിമം എമൗണ്ട് ഓഫ് എയർ പുറത്തേക്ക് തള്ളുന്ന ആ വായുവിന്റെ അളവാണ്. അപ്പൊ മാക്സിമം എമൗണ്ട് ഓഫ് എയർ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിൽ മാക്സിമം എമൗണ്ട് ഓഫ് എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. അപ്പൊ കൂടുതൽ ഓക്സിജൻ എവിടേക്ക് എത്തും? കോശങ്ങളിലേക്ക് എത്തും. അപ്പൊ കൂടുതൽ എനർജി കിട്ടും. അത് തന്നെയാണ് അതിന്റെ കാരണം. ഓക്കെ, ഇനി ഫുഡ് സ്റ്റെപ്സ് ദാറ്റ് കണ്ടെയ്ൻ അയൺ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഓക്കെ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അയൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കും. ഇത്രേ. അതെങ്ങനെ പരിപാടി? അതായത് ഇത്രേ ഉള്ളൂ. അയണ് എന്തിനു സഹായിക്കും അറിയോ? ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷന് സഹായിക്കും. ഓക്കെ, ഹീമോഗ്ലോബിന്റെ ഒരു നിർമ്മാണ ഘടകത്തിൽപ്പെട്ട ഒരാളാണ് അയൺ. ഇരുമ്പ്. അപ്പൊ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം എമൗണ്ട് ഓഫ് എന്തുണ്ടാവും? ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഹീമോഗ്ലോബിൻ നല്ല എമൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഓക്സിജൻ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് എന്ത് ചെയ്യുക? വേഗം അതെന്ത് ചെയ്യുക? കോശത്തിലേക്ക് എത്തിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? വേഗം എന്ത് ചെയ്യാം? ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. ഓക്കെ, ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ സഹായകരമാവും. കാരണം കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജൻ എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് ചെയ്യാം. കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അയൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡുകൾ കഴിക്കണം. അതാണ് സംഭവം. ഇനി വേരിയസ് റെസ്പിറേറ്ററി ഓർഗൻസ് ആർ സീൻ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്രോഗ്. ഫ്രോഗിന്റെ തവളയുടെ റെസ്പിറേറ്ററി ഓർഗൻ പല സ്ഥലത്തും പലതാണ്. കാരണം എന്താ? തവള എന്താണ്? ഒരു ആംഫീബിയൻ ആണ്. അതായത് തവളക്ക് കരയിലും ജീവിക്കാൻ പറ്റും, കടലിലും ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ തവളക്ക് ഡിഫറെന്റ് റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്തത് കാപ്പിലറീസ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഓക്കെ, കാപ്പിലറീസ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഇവിടെ എക്സും വൈയും വിട്ടുപോയിട്ടുണ്ട്. അത് പൂരിപ്പിക്കാനാണ്. എക്സ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനും വൈ ലിവറുമാണ്. ഓക്കെ, വൈ എന്താണ്? ലിവർ. ഓക്കെ, അതാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഈസ് മെൻഷൻഡ് ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഈ ഇല്ലുസ്ട്രേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സർക്കുലേഷന്റെ പേരെന്താന്നുള്ളതാണ് പോർട്ടൽ സർക്കുലേഷൻ. എന്താ പോർട്ടൽ സർക്കുലേഷൻ ആവാൻ കാരണം? കാരണം ഈ വൈ എന്താണ്? ലിവർ ആണ്. ഇതെന്താണ്? ഇൻഡസ്റ്റൈൻ ആണ്. ഇൻഡസ്റ്റൈൻ ഒരു ഓർഗൻ ആണ്, ലിവർ വേറൊരു ഓർഗൻ ആണ്. ഓർഗൻ ടു ഓർഗൻ അല്ലേ ഈ മൂവ്മെന്റ് നടക്കുന്നത്? ഓർഗൻ ടു ഓർഗൻ സർക്കുലേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ. ഇനി അടുത്ത ചോദ്യം, വൈ ഈസ് എസെൻഷ്യൽ ടു റീച്ച് സിമ്പിൾ ന്യൂട്രിയൻസ് ടു ലിവർ. ഈ സിമ്പിൾ ന്യൂട്രിയൻസ്, ഇപ്പൊ ഇവിടുന്ന് വരുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ഇങ്ങനെ പോയിട്ട് എവിടേക്കെത്തും? ഇങ്ങനെ ഒരു മിനിറ്റ്. ഇവിടുന്ന് വരുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ഇങ്ങനെ പോയിട്ട് അവസാനം ഇവിടെ എത്തും? ഹാർട്ടിലേക്ക് എത്തും. എന്നാൽ പിന്നെ നേരെ ഇൻഡസ്ട്രിയിൽ നിന്ന് നേരെ ഹാർട്ടിലേക്ക് പോയാൽ പോരെ? ഇടയ്ക്ക് എന്തിനാ ലിവർ എന്ന് പറയുന്ന ഈ ചങ്ങായിന്റെ അടുത്ത് കയറുന്നത്? അതെന്തിനാന്ന് ചോദിച്ചാൽ 3 കാരണങ്ങളാണ്. ഒന്ന്, അവിടെ ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യണം. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഫാറ്റി ആസിഡിൽ നിന്നും എനർജിനെ റിലീസ് ചെയ്യിപ്പിക്കണം. പിന്നെ അതേപോലെ പ്രൊഡക്ഷൻ ഓഫ് കൊളസ്ട്രോൾ ഉണ്ടാക്കണം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന 2 സംഭവങ്ങൾ, ഒന്നെന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കാനും പിന്നെ പ്രൊഡക്ഷൻ ഓഫ് കൊളസ്ട്രോൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യൂട്രിയൻസുമായിട്ട്, അതായത് ഈ സിമ്പിൾ ന്യൂട്രിയൻസുമായിട്ട് എങ്ങോട്ട് കയറുന്നത്? ലിവറിലോട്ട് കയറുന്നത്. എന്നിട്ട് എടുക്ക് പോകുന്നത്? ഹാർട്ടിലേക്ക് പോകുന്നത്. നേരെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഹാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം കൊളസ്ട്രോൾ ഉണ്ടാക്കണമെങ്കിൽ ആ ന്യൂട്രിയൻസുമായിട്ട് ആരുടെ അടുത്തേക്ക് പോകണം? ലിവറിന്റെ അടുത്തേക്ക് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലിവറിന്റെ അടുത്ത് പോയിട്ട് ഹാർട്ടിലേക്ക് വരുന്നത്. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഫൈനൽ ചോദ്യം സിമ്പിൾ ആണ്. റീഡ്രോ ദ ഗിവൺ ഡയഗ്രാം. ഈ ഡയഗ്രാം എന്ത് ചെയ്യുക? റീഡ്രോ ചെയ്യുക. അതിനൊരു മാർക്ക് ഉണ്ട് മക്കളെ. അപ്പോൾ നിങ്ങൾക്കൊരു കുന്തും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം എന്ത് ചെയ്യണം? റീഡ്രോ ചെയ്യണം. അപ്പോൾ ഒരു മാർക്ക് കിട്ടും. ഇനി 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെ ഇവിടെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പാർട്ട് ഇൻ വിച്ച് അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് നെഫ്രോൺസ് ആർ ഫൗണ്ട്. നെഫ്രോണിന്റെ അൾട്രാ ഫിൽറ്റേഴ്സ് കാണപ്പെടുന്ന സ്ഥലം അതേതാണ്? കോർട്ടെക്സ് ആണ്. കോർട്ടെക്സ് ഇതിൽ എവിടെയാണ്? കോർട്ടെക്സ് ഏറ്റവും പുറത്താണ്, പുറം ഭാഗമാണ് കോർട്ടെക്സ്. പുക. ഓക്കെ, അപ്പൊ പുറം ഭാഗം കോർട്ടെക്സ്, അല്ലെങ്കിൽ എന്ന് മെൻഷൻ ചെയ്താലും മതി. ഈ റീജിയൻ വേർ യൂറിൻ ഫ്രം ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു എന്ന് വെച്ചാൽ യൂറിന് ഫോം ചെയ്തതിനു ശേഷം അത് എത്തിച്ചേരുന്ന ഭാഗം, അത് ഫിൽട്ടർ ചെയ്ത ഫ്ലോസ് ഇൻ ടു എന്ന് വെച്ചാൽ എത്തിച്ചേരുന്ന ഭാഗം, അതേതാണ്? പെൽവിസ് ആണ്. ഏതാണ്? പെൽവിസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ ആണ് പെൽവിസ്. അപ്പൊ ഇവിടെ ബി എന്ന് മെൻഷൻ ചെയ്യാം. ഈ പാർട്ട് വിച്ച് ട്യൂബ്യൂൾസ് ഓഫ് നെഫ്രോൺസ് ആർ ഫൗണ്ട്, അതായത് നെഫ്രോൺസിന്റെ ട്യൂബ്യൂൾസ്, നീണ്ട കുഴലുകൾ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതേതാ ഭാഗം? അത് കോർട്ടെക്സ് ആണോ? അല്ല. പിന്നെ ആരായിരിക്കും? മെഡുല്ല. മെഡുല്ല ഏത് ഭാഗമാണ്? ഇന്നർ പോർഷൻ ആണ്. അപ്പൊ ഉള്ളിൽ നിന്ന് വലിക്കുക. സി മെൻഷൻ ചെയ്യുക. കിട്ടിയില്ലേ? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം പക്ക കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യുക? കറക്റ്റ് അനലൈസ് ചെയ്യാം. എനിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര മാർക്ക് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മാർക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോകൾക്ക് എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് അടിക്കുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
അറ്റ് ലാസ്റ്റ് ഫൈനൽ വൺ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയി എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇന്ന ഭാഗം നല്ലവണ്ണം മനസ്സിലായി താങ്ക് യു എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മൾക്കൊരു അപ്രീസിയേഷൻ തരുന്ന രീതിയിലോ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പക്ക എന്ത് ചെയ്യുക മിയാമിയായിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, നാളെ ഒരു പരീക്ഷയും കൂടി ഉണ്ട്. ആ പരീക്ഷയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ഉഷാറായിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് എന്താണ് പരീക്ഷ എഴുതുക. പിന്നെ അതിനുശേഷം ക്രിസ്മസ് വെക്കേഷനാണ്, ആ വെക്കേഷൻ എന്ത് ചെയ്യുക എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ട് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നന്ദി നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ. ഓക്കെ.